കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ വിരൽത്തുമ്പിലെ വിസ്മയം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നാദിർ ഷാ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെബീസ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും റേഡിയോ ബെൻസിഗർ 107.8 അവതരിപ്പിക്കുന്ന വിരൽത്തുമ്പിലെ വിസ്മയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രണയവും ടെക്നോളജിയും ഒത്തുചേർന്നാൽ ഇങ്ങനെയും നടക്കും. വിവാഹത്തിന് നേതൃത്വം വഹിച്ച് ChatGPT. ടെക്നോളജിയും പ്രണയവും തമ്മിലുള്ള അന്തർധാര പണ്ട് മുതലേ ശക്തമാണ്. പ്രണയിക്കുന്നവർക്ക് അവരുടെ പ്രണയം തുറന്നു പറയാനും സുഗമമായി അത് മുന്നോട്ട് കൊണ്ടുപോകാനുമെല്ലാം വിവിധ ടെക്നോളജികൾ ഏറെ സഹായം ചെയ്യാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് വിവാഹം നടത്താനും ടെക്നോളജി മുന്നോട്ട് വന്നിരിക്കുന്നു. പുതിയ AI ടെക്നോളജിയിലെ മിന്നും താരമായ ChatGPTയാണ് ഇവിടെയും താരം. മനുഷ്യർക്ക് മാത്രം ചെയ്യാൻ കഴിയുമെന്ന് പലരും വിശ്വസിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ, സർഗാത്മക രചനകൾ ഉൾപ്പെടെ ഇതിനകം നിർവഹിച്ച് ശ്രദ്ധ നേടിയ AI ചാറ്റ്ബോട്ടാണ് ChatGPT. AI എന്ന ടെക്നോളജി രംഗത്തെ പുത്തൻ ചർച്ചാ വിഷയത്തെ കെട്ടഴിച്ച് വിശ്വമെങ്ങും മേയാൻ വിട്ടതു തന്നെ ChatGPT ആണെന്ന് പറയാം. കാരണം ലോകമെമ്പാടും AI ഗവേഷണങ്ങൾക്ക് വേഗത കൂടിയത് ChatGPTയുടെ കടന്നുവരവോടെയാണ്. ChatGPTക്ക് ലഭിച്ച വൻ സ്വീകാര്യത വമ്പൻ ടെക്നോളജി കമ്പനികളെ ഉൾപ്പെടെ അമ്പരപ്പിച്ചിരുന്നു. സാക്ഷാൽ ഗൂഗിളിന് വരെ ChatGPT വൻ വെല്ലുവിളി ഉയർത്തി. അതിനു പിന്നാലെ പല കമ്പനികളും തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ ChatGPT പിന്തുണയും AI പിന്തുണയും ഒക്കെ ഉറപ്പാക്കാൻ ശ്രമം ശക്തമാക്കി. ChatGPTയുടെ കഴിവുകൾ ഇതിനോടകം പല വിധത്തിൽ ലോകം കണ്ടു. പലരും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് ChatGPTയെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ആലോചിക്കാൻ തുടങ്ങി. അത്തരമൊരു ആലോചനയാണ് ഒരു വിവാഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് അതിഥികളെ സ്വീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ ഏറ്റെടുത്ത് നടത്താൻ ChatGPTയെ നിയോഗിക്കുന്നതിലേക്ക് എത്തപ്പെട്ടത്. കൊളറാഡോയിൽ താമസിക്കുന്ന റീസ് അലിസൺ വീൻജിൻ്റെയും ഡെയ്റ്റൻ ട്രൂയിറ്റിൻ്റെയും വിവാഹമാണ് ChatGPTയുടെ നേതൃത്വം കൊണ്ട് ഇപ്പോൾ ലോകമെങ്ങും ശ്രദ്ധ നേടിയിരിക്കുന്നത്. പീപ്പിൾ മാഗസിൻ പറയുന്നതനുസരിച്ച് ഒരു റോബോട്ടിക് മാസ്കും താഴേക്ക് സ്പീക്കറും ഒക്കെ ഘടിപ്പിച്ച രൂപത്തിലാണ് ChatGPTയെ വിവാഹത്തിൻ്റെ മുഖ്യ നേതൃത്വം നൽകി അവതരിപ്പിച്ചത്. ദമ്പതികൾക്കൊപ്പം നിലയുറപ്പിച്ച ChatGPT വിവാഹത്തിനെത്തിയവരെ നന്ദി അറിയിക്കുകയും വരവേൽക്കുകയും ചെയ്തു. കൊളറാഡോയിൽ വിവാഹം നടത്താൻ ലൈസൻസ് ഉള്ള ഉദ്യോഗസ്ഥൻ്റെ ആവശ്യമില്ലാത്തതിനാലാണ് ChatGPT നേതൃത്വത്തിൽ വിവാഹം നടക്കുകയെന്ന അപൂർവത അരങ്ങേറിയത് എന്ന് പീപ്പിൾസ് മാഗസിൻ റിപ്പോർട്ട് ചെയ്യുന്നു. ലളിതവും ചെലവ് കുറഞ്ഞതുമായ ഒരു വ്യത്യസ്ത ഓപ്ഷൻ എന്ന നിലയിൽ വധുവിൻ്റെ പിതാവ് സ്റ്റീഫൻ വിയഞ്ചാണ് വിവാഹത്തിൻ്റെ മുഖ്യ കാർമ്മികനായി ChatGPTയെ നിർദ്ദേശിച്ചത്. വൈദികർ കാർമ്മികരായി വേണമെന്നില്ലെന്ന വധുവിൻ്റെയും വരൻ്റെയും തീരുമാനവും നിർണായകമായി. ഇത്തരമൊരു ആലോചന നടപ്പിലാക്കാൻ തുടക്കത്തിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടെങ്കിലും വധുവും വരനും കുടുംബാംഗങ്ങളും ChatGPTയുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് വിവാഹത്തിന് എത്തുന്നവരെ സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടെ ChatGPTക്ക് നൽകി. ഈ വിവരങ്ങളുടെ ഉൾപ്പെടെ അടിസ്ഥാനത്തിലാണ് വിവാഹത്തിനെത്തിയവരെ ChatGPT വരവേൽക്കുകയും നന്ദി പറയുകയും ചെയ്തത്. ഏറ്റവും പുതിയ ടെക്നോളജിയുടെ സഹായത്തോടെ നടന്ന ഈ കല്യാണം അരങ്ങേറിയത് 1885 നിർമ്മിക്കപ്പെട്ട ചരിത്ര പ്രസിദ്ധമായ പള്ളിയിലായിരുന്നു എന്നതാണ് കൗതുകകരമായ മറ്റൊരു കാര്യം. ഒരാഴ്ച കൊണ്ടാണ് ChatGPT നേതൃത്വത്തിലുള്ള ഈ കല്യാണം ആസൂത്രണം ചെയ്തതെന്ന് വധൂവരന്മാർ ഒരു പ്രാദേശിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. അടുത്തിടെ AI നേതൃത്വത്തിൽ നടന്ന ലോകത്തിലെ ആദ്യത്തെ AI മതപ്രഭാഷണം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ജർമ്മനിയിലെ ബവേറിയൻ പട്ടണമായ ഫ്യൂർത്തിലെ സെയിൻറ്റ് പോൾസ് പള്ളിയിലായിരുന്നു ആ ചരിത്ര മുഹൂർത്തം അരങ്ങേറിയത്. ബവേറിയൻ പട്ടണങ്ങളായ ന്യൂറംബർഗിലെയും സമീപത്തുള്ള ഫ്യൂർത്തിലെയും പ്രൊട്ടസ്റ്റന്റുകളുടെ കൺവെൻഷന്റെ ഭാഗമായാണ് AI മതപ്രഭാഷണം അരങ്ങേറിയത്. വിയന്ന സർവകലാശാലയിലെ ദൈവശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ ജൊനാസ് സിമ്മർലിൻ്റെ നേതൃത്വത്തിലാണ് ChatGPT പിന്തുണയോടെ പ്രവർത്തിക്കുന്ന AI മതപ്രഭാഷണ സംവിധാനം ഒരുക്കിയത്. അതേസമയം ഭാവഭേദങ്ങൾ ഏതുമില്ലാതെ തികച്ചും യാന്ത്രികമായി ഒരേ രീതിയിലാണ് AIയുടെ മതപ്രഭാഷണം മുന്നേറിയത്. അതിനാൽ തന്നെ തുടക്കത്തിലെ കൗതുകത്തിനപ്പുറം AI പ്രഭാഷണം അരോചകമാണ് എന്നായിരുന്നു പങ്കെടുത്തവരുടെ അഭിപ്രായം.
കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിരൽ തുമ്പിലെ വിസ്മയം. തയ്യാറാക്കി അവതരിപ്പിച്ചത് നാദൃഷ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.